ഹലോ ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ സി എസ് എസിൻ്റെ ഡിഫറെൻറ്റ് വേയ്സ് നമ്മൾ സി എസ് എസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എക്സ്റ്റേണൽ സി എസ് എസ്, ഇൻറ്റേർണൽ സി എസ് എസ്, ഇൻലൈൻ സി എസ് എസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെലക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം, അതായത് ഒരു എലമെൻറ്റിനെ നമുക്ക് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം, അതിനൊരു ഡിഫറെൻറ്റ് വേയ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എന്താ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്ന ആ കോഡ് ഇപ്പോഴിവിടെ കിടപ്പുണ്ട്. I think it's quite messy, right? Let's look into it. ഓക്കെ, ഞാനിവിടെ ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. അതായത് ഈ ഒരു എക്സ്റ്റേണൽ സി എസ് എസിൻ്റെ ലിങ്ക് ഞാനൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ അതായത് കറൻ്റ്ലി ഇവിടെ ഒരു സ്റ്റൈൽസും കാര്യങ്ങളും ഒന്നും ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, എല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റൈൽസ് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇത് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു H1 ടാഗ് മാത്രമേ ഉള്ളൂ, വെൽക്കം ഓൾ എന്ന് പറയുന്ന നമ്മുടെ H1 ടാഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനിയും സ്റ്റൈൽസ് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. സ്റ്റൈൽസ് ആഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം, ഞാൻ സെലക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. സെലക്ടേഴ്സ് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തതാണ്. അതായത് ഞാൻ ഇവിടെ ഇൻറ്റേർണൽ സി എസ് എസ് യൂസ് ചെയ്യുകയാണ്. ഇൻറ്റേർണൽ സി എസ് എസ് അതായത് സ്റ്റൈൽ ടാഗിനുള്ളിൽ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഈ ഒരു H1 സെലക്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്തത്? ആക്ച്വലി ഞാൻ H1 എന്ന് എഴുതിയതിന് ശേഷം ഞാൻ കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്തു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു H1 നമ്മൾ ഡയറക്റ്റ്ലി സെലക്ട് ചെയ്തേക്കല്ലേ? അതായത് ഈ ഒരു ടാഗിൻ്റെ പേര് വിളിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എലമെൻറ്റ് സെലക്ടർ എന്ന് പറയുന്നത്. അതായത് ഏത് എലമെൻറ്റിനെയാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ആ ഒരു എലമെൻറ്റിൻ്റെ പേര് വിളിച്ച് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എലമെൻറ്റ് സെലക്ടർ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പി ടാഗ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ എന്താ ചെയ്യുന്നത്? പി ടാഗിനെ നമ്മൾ സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പി ടാഗ് കോൾ ചെയ്യുന്നു. അതിന് നമ്മൾ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുന്നു അല്ലേ? ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കൊടുക്കുന്നു. ഗ്രീൻ, ജസ്റ്റ് റാൻഡമായിട്ടൊരു കളർ കൊടുക്കാം. പി ടാഗിനകത്ത് ഡാറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഡാറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് സെറ്റ് ചെയ്യും. അതുപോലെ H1 ടാഗിന് നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് റെഡ്. അപ്പോൾ ഇത് രണ്ടിനും നമ്മൾ കളർ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എലമെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എലമെൻറ്റ് സെലക്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ H1 ഇവിടെ കൊടുത്തു. അതുപോലെയാണ് ഞാൻ പിന്നെ ഒരു H1 ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ വെൽക്കം ടു കോഡിംഗ് വേൾഡ്, ജസ്റ്റ് ഡമ്മി ഡാറ്റ. അപ്പോൾ കോഡിംഗ് വേൾഡ് കൊടുത്താലും അതിന് ഈ H1 സ്റ്റൈൽ ഇവിടെ അപ്ലൈ ആകും. കാരണം നമ്മൾ H1 മൊത്തത്തിൽ വിളിച്ച്, അതായത് ആ ഒരു എലമെൻറ്റിനെ കംപ്ലീറ്റ്ലി നമ്മൾ വിളിച്ചാണ് സ്റ്റൈൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എത്ര H1 ഈ ഒരു കറണ്ട് പേജിൽ എത്ര H1 ഉണ്ടോ ആ H1 എല്ലാം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ആകും. അപ്പോൾ ഇതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? നമുക്കിപ്പം രണ്ട് H1 ഉണ്ട്, രണ്ടിന് രണ്ട് സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സെലക്ടറാണ്. ഇനി നെക്സ്റ്റ് സെലക്ടറാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി എലമെൻറ്റ് സെലക്ടർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലമെൻറ്റ് സെലക്ടർ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ കമൻറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, സെലക്ടർ, എലമെൻറ്റ് സെലക്ടർ ഞാനിവിടെ യൂസ് ചെയ്തു. എലമെൻറ്റ് സെലക്ടർ നമ്മൾ പഠിച്ചു. അതായത് ഡയറക്റ്റ് എലമെൻറ്റിൻ്റെ പേര് വിളിച്ച് ഏത് H1 ആണ് H1, പി ടാഗ് ആണ് പി ടാഗ്, അല്ലെങ്കിൽ ഡിവ് ആണ് ഡിവ്, ആ ഡിവ് ഡയറക്റ്റ്ലി കോൾ ചെയ്ത് നമ്മൾ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ എലമെൻറ്റ് സെലക്ടർ എന്ന് പറയാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ക്ലാസ് സെലക്ടറാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുകയാണേ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് H1 ഉണ്ടായിരുന്നു. അതായത് സ്റ്റൈൽ കൊടുക്കുകയാണെങ്കിൽ രണ്ട് H1 ഉണ്ടായിരുന്നു. ഈ രണ്ട് H1 നമ്മൾ സ്റ്റൈൽ ഒരു സെയിം പ്രോപ്പർട്ടിയാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത് അല്ലേ? അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. എനിക്ക് ഈ ഒരു രണ്ടാമത്തെ H1 വേറൊരു കളർ കൊടുക്കണമെങ്കിലോ വേറൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യുണീക്കായിട്ട് എലമെൻറ്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് യുണീക്കായിട്ടല്ല ഒരു എലമെൻറ്റിന് മാത്രമായിട്ട് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ക്ലാസ് സെലക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു H1 ടാഗിന് നമുക്ക് ക്ലാസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ക്ലാസ് എന്ന് പറയുന്നത് കീവേഡാണ്. ക്ലാസ് തന്നെ കൊടുക്കണം, വേറെ പേരൊന്നും കൊടുക്കരുത്. അപ്പോൾ ക്ലാസ് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ സിൻടാക്സ് അങ്ങനെയാണ്. ക്ലാസ് എന്ന് പറയുന്ന സെലക്ടറിൻ്റെ ക്ലാസ് പറഞ്ഞു കൊടുത്തു. ഞാൻ ഈ H1 ഒരു ക്ലാസ് ആഡ് ചെയ്യുകയാണ്. ഞാൻ ഹെഡിങ് 1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഈ എലമെൻറ്റ് സെലക്ടേഴ്സ് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ക്ലാസ് സെലക്ടറാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഹെഡിങ് 1, ഈ ഒരു H1 ഞാൻ ഹെഡിങ് 1 എന്ന് കൊടുത്തു. ഹെഡിങ് ഇങ്ങനെ സ്പേസ് ഇട്ട് കൊടുക്കാൻ പാടില്ല, അണ്ടർസ്കോർ ഇടണം. ഒരു കാരണവശാലും ക്ലാസിൻ്റെ പേര് കൊടുക്കുമ്പം സ്പേസസ് യൂസ് ചെയ്യാൻ പാടില്ല, അത് എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അണ്ടർസ്കോർ കൊടുത്തു. ഹെഡിങ് 1 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഞാനിവിടെ എഴുതി. അതായത് ക്ലാസ് എനിക്ക് ഇഷ്ടമുള്ള പേര് ഞാൻ കൊടുത്തതാണ് ഹെഡിങ് 1. എനിക്ക് അപ്പം മനസ്സിൽ തോന്നിയ പേര് ഞാൻ കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, നിങ്ങളുടെ പേര് നിങ്ങൾക്ക് വേണേൽ കൊടുക്കാം, അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല.
പിന്നീട് നമ്മൾ ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുന്നതിന് സിൻറ്റാക്സ് ഉണ്ട്, പ്രശ്നങ്ങളില്ല എന്നല്ല. നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് അതിന് പേരും കാര്യങ്ങളും കൊടുക്കുന്നതിനൊരു പ്രോപ്പർ വേ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൈൽ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് സെലക്ടറിനെ കോൾ ചെയ്തിട്ട് ഈ ഒരു ക്ലാസ്സിന് മാത്രമായിട്ട് ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ആ ക്ലാസ്സിനെ ആദ്യം വിളിക്കണം. ക്ലാസ്സിനെ വിളിക്കാനായിട്ട് നമുക്ക് ഡോട്ട് എന്ന് പറയുന്ന ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. ഡോട്ട് ആ ക്ലാസ്സിൻ്റെ നെയിം heading_1 കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ എലമെൻറ്റിനെ വിളിച്ച പോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ പേര് വിളിച്ച് നിങ്ങൾക്ക് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഈ ഹെഡിങ് 1 മാത്രമായിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റെഡ് ആക്കി കൊടുക്കുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റെഡ് ആക്കി കൊടുക്കുമ്പം ഈ ക്ലാസ് ഉള്ള എലമെൻ്റ് ഏതാണോ ആ എലമെൻറ്റിനായിരിക്കും അവിടെ സ്റ്റൈൽ അപ്ലൈ ആവുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ആലോചിച്ചല്ല, ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ആദ്യത്തെ H1 ബാക്ക്ഗ്രൗണ്ട് കളറ് റെഡ് വന്നല്ലേ, രണ്ടാമത്തെ H1 അത് വന്നിട്ടില്ല. കാരണം അതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ ഇതിനൂടെ ക്ലാസ് കൊടുക്കുകയാണ്. ക്ലാസ് ഈ സെയിം ക്ലാസ് ഞാൻ കൊടുക്കുകയാണെങ്കിലോ heading_1 കൊടുക്കുകയാണെങ്കിൽ അതിനും ഈ സ്റ്റൈൽ അപ്ലൈ ആകും. അതായത് ഈ ക്ലാസ് ഏതിനൊക്കെ കൊടുക്കുന്നു, ഏതൊക്കെ എലമെൻസിന് കൊടുക്കുന്നോ ആ എലമെൻസിനെല്ലാം ഈ കൊടുത്തിരിക്കുന്ന സ്റ്റൈൽ അപ്ലൈ ആകും. വേണമെങ്കിൽ ഈ പി ടാഗിന് നമുക്ക് കൊടുക്കാം. ഞാൻ ഈ പി ടാഗിന് ക്ലാസ് heading_1 കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു പി ടാഗിനും അത് അപ്ലൈ ആവും. ഇവിടെ എലമെൻറ്റിൻ്റെ പേരല്ല, ഈ ക്ലാസിൻ്റെ നെയിമാണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. അതായത് ക്ലാസിൻ്റെ നെയിമിന് നമ്മൾ സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റൈൽ അതിന് അപ്ലൈ ആകും. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു H1 ടാഗിന് ഞാൻ ഈ ക്ലാസ് എടുത്ത് കളയാണ്, നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തിരുന്നത്. ഇനി എനിക്ക് ഈ രണ്ടാമത്തെ H1 വേറൊരു സ്റ്റൈൽ കൊടുക്കണമെങ്കിലോ വേറൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിലോ ഞാൻ അതിനായിട്ട് ക്ലാസ് യൂസ് ചെയ്യുകയാണ്. ക്ലാസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുകയാണ്. ക്ലാസ് ഞാൻ heading2 എന്ന് പേര് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ heading2 എന്ന് കൊടുക്കുകയാണ്. heading2 കൊടുത്തതിന് ശേഷം ഞാൻ ആ ക്ലാസ് വിളിക്കുന്നു. ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്, ഓൾറെഡി പറഞ്ഞതാണ്. ക്ലാസിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു heading_2 കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കുന്നു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഗ്രീൻ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു heading2 ഉള്ളതിന് മാത്രമായിട്ട് ആ സ്റ്റൈൽ അവിടെ അപ്ലൈ ആകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യുന്നത്. ക്ലാസ് സെലക്ടറിൻ്റെ യൂസാണിത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സസ് യൂസ് ചെയ്യാം. ഈ ക്ലാസ്സസൊക്കെ മൾട്ടിപ്പിൾ, അതായത് കോഡിൻ്റെ റിയൂസബിലിറ്റി അവിടെ വരുന്നുണ്ട്. ഒരു ക്ലാസ്സിനകത്ത് കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതി കഴിഞ്ഞാൽ ആ സെയിം ക്ലാസ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കോൾ ചെയ്തിട്ട് ഏത് എലമെൻറ്റിനെ വേണമെങ്കിലും ആ സ്റ്റൈൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ക്ലാസ് നമുക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ID സെലക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ക്ലാസ് പോലെ തന്നെ യുണീക്കായിട്ട് എലമെൻസിന് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ID സെലക്ടർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ID സെലക്ടർ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു H1 ഞാനൊരു ID കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ക്ലാസ് സെലക്ടേഴ്സ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് പഠിച്ചത് എന്തായിരുന്നു? ക്ലാസ് സെലക്ടർ ആണ് അല്ലേ. ക്ലാസ് സെലക്ടർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടേക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് സെലക്ടർ കഴിഞ്ഞിട്ട് ID സെലക്ടറാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നമുക്ക് ID സെലക്ടർ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ക്ലാസ്സസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആകും. ഈ കൊടുത്തിരിക്കുന്ന ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി സ്റ്റൈൽസ് ഒന്നും അപ്ലൈ ആയിട്ടില്ല. ഞാൻ ഈ ഒരു ക്ലാസ് സെലക്ടറോടെ റിമൂവ് ചെയ്യുകയാണ്. നമ്മൾ ക്ലാസ് സെലക്ടർ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ID സെലക്ടറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ID സെലക്ടർ പഠിക്കുന്നതിന് ഇത് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. ഈ ഒരു ഇൻറ്റേർണൽ എക്സ്റ്റേണലിൻ്റെ ലിങ്കും കാര്യങ്ങളും ക്ലിയർ ചെയ്തു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഇവിടെ കിടന്നിട്ട് വലിയ കാര്യമില്ല. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് ID സെലക്ടറാണ് നോക്കുന്നത്. അപ്പോൾ ID കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ID എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റും. IDക്കകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ യുണീക്കായിട്ടുള്ളൊരു പേര് എന്തെങ്കിലും ഞാനിവിടെ ഹെഡിങ് തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. അപ്പം ഞാനിതിന് ID പറഞ്ഞു കൊടുത്തു. ക്ലാസ് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ID എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി ഞാൻ ഇതിന് പറഞ്ഞു കൊടുത്തു. ആട്രിബ്യൂട്ട് ഞാൻ ഈ ഒരു H1 ടാഗിന് പറഞ്ഞു കൊടുത്തു. അതായത് ID മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് യുണീക്കായിട്ട് നമുക്ക് എവിടെയെങ്കിലും സ്റ്റൈൽസ് പറഞ്ഞു കൊടുക്കണമെങ്കിലാണ് നമ്മൾ ID യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പേജിൽ ഈ ഹെഡിങ് എന്ന് പറയുന്ന ID ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അടുത്ത് യൂസ് ചെയ്യാം, പക്ഷേ അത് ലോജിക്കലി അത്ര കറക്റ്റായിട്ടുള്ള കാര്യമല്ല. ID എപ്പോഴും യൂസ് ചെയ്യുമ്പം ഒരു സിംഗിൾ പേജിൽ ഒരു ID മാത്രം, യുണീക്കായിട്ടുള്ള ID പേര് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ID ഹെഡിങ് എന്ന് പറഞ്ഞു കൊടുത്ത് IDക്ക് വേറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് കേട്ടോ. IDക്ക് വേറെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പം ID ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ID ഞാൻ ഹെഡിങ് എന്ന് കൊടുത്തു. IDനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ #ഹാഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ക്ലാസ്സിനെ സ്റ്റൈൽ ചെയ്തത് ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് എങ്കിൽ, വിളിക്കുന്നത് ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് എങ്കിൽ, നിങ്ങൾക്ക് IDനെ വിളിക്കണമെങ്കിൽ നിങ്ങൾ #ഹാഷ് യൂസ് ചെയ്തിട്ട് വേണം വിളിക്കാനായിട്ട്. #ID ID പേര് ഞാനിവിടെ ഹെഡിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ.
നിങ്ങളുടെ താഴെ കാണാൻ പറ്റും ഞാൻ ID എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഹെഡിങ് ആണ്. ആ ഹെഡിങ് ഞാൻ കോൾ ചെയ്തു. ഹെഡിങ് കോൾ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വേറെ ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി അറിയാവുന്നവരുണ്ടായിരിക്കും അല്ലേ? അറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് റെഡ് കൊടുത്തു, കണ്ടില്ലേ ID അവിടെ അപ്ലൈ ആയി. അപ്പോൾ ID വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ പറഞ്ഞു. അപ്പോൾ ഡിഫറെൻറ്റ് വേയ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് നമുക്ക് ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യാനും അതിന് കളർ പറഞ്ഞു കൊടുക്കാനും, മീൻസ് കളർ മാത്രമല്ല പ്രോപ്പർട്ടീസ് പറഞ്ഞു കൊടുക്കാനായിട്ട്, CSSൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു കൊടുക്കാനായിട്ട് ഡിഫറെൻറ്റ് വേയ്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് വേയ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. IDക്ക് ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട്. സ്പെസിഫിസിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അതായത് IDക്കാണ് സ്പെസിഫിസിറ്റി കൂടുതൽ. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലാസ് കൊടുത്തെന്നിരിക്കട്ടെ. സ്പെസിഫിസിറ്റി എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് എന്തായാലും എടുക്കുന്നുണ്ട്. എന്നാൽ ഈ ID പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങത് പറയാം. ഞാൻ ക്ലാസ് എന്ന് പറഞ്ഞവിടെ കൊടുത്തു. ക്ലാസ് ഞാൻ വേണമെങ്കിൽ ക്ലാസ് ഹെഡിങ് ക്ലാസ് എന്ന് കൊടുക്കാം, പേര് ഇഷ്ടമുള്ളൊരു പേര്. ഞാൻ ഇതിൻ്റെ IDയുടെ കൂടെ തന്നെ ക്ലാസ് കൂടെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഹെഡിങ് ക്ലാസ് എന്ന് കൊടുത്തു, പേര് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഡോട്ട് ഹെഡിങ് ക്ലാസ് എന്ന് കൊടുത്തു, ഹെഡിങ് _ ക്ലാസ്. എൻ്റെ ക്ലാസ്സിനെ ഞാൻ വിളിച്ചു. ക്ലാസ്സിനെ വിളിച്ചിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് വേറൊരു പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കുക, മീൻസ് വേറൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഗ്രീൻ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ, നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാനിവിടെ ക്ലാസ് ഡോട്ട് ഹെഡിങ് ക്ലാസ്, അതായത് ഈ ക്ലാസ്സിൻ്റെ പേര് വിളിച്ച് ഇവിടെ ഞാൻ കൊടുത്തിട്ടും ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കൊടുത്തിട്ടും ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ടിനകത്ത് അത് വന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും വരാത്തത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IDക്ക് സ്പെസിഫിസിറ്റി ഉണ്ട്. അതായത് ക്ലാസ്സിനെക്കാട്ടിലും സ്പെസിഫിസിറ്റി IDക്കാണ്, അതായത് ഇമ്പോർട്ടൻസ് IDക്കാണ്. അതായത് നിങ്ങളൊരു എലമെൻറ്റിന് ക്ലാസ്സും IDയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പോകുന്നത്, അതായത് IDക്കുള്ളിൽ നിങ്ങൾ എഴുതി കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് ആയിരിക്കും അവിടെ അപ്ലൈ ആവുന്നത്. IDക്ക് അവിടെ സ്പെസിഫിസിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഐഡിനെ പറ്റി പറയാനുള്ള. ID സെലക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 എണ്ണം പഠിച്ചു, ക്ലാസ് സെലക്ടർ മീൻസ് എലമെൻറ്റ് സെലക്ടർ, ക്ലാസ് സെലക്ടർ, അതുപോലെ തന്നെ ID സെലക്ടർ. ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടേക്കാം എന്തൊക്കെയാണ് പഠിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ID സെലക്ടർ. അപ്പോൾ നമ്മൾ 3 പ്രോപ്പർട്ടീസ് 3 രീതിയിൽ നമുക്ക് എലമെൻസിനെ സെലക്ട് ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് ആട്രിബ്യൂട്ട് സെലക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ക്ലാസ് സെലക്ടറാണ് കേട്ടോ. നമ്മളിതെല്ലാം പഠിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്ലാസ് ആണ്. ഇതൊക്കെ വളരെ റെയറായിട്ട് മാത്രമേ ID സെലക്ടേഴ്സൊക്കെ നമ്മൾ പ്രൊജക്റ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. എലമെൻറ്റ് സെലക്ടറും ചില കേസിൽ നമ്മൾ യൂസ് ചെയ്യും. എന്നാൽ ID സെലക്ടർ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് സെലക്ടർ എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ അധികം യൂസ് ചെയ്യത്തില്ല. എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ജസ്റ്റ് എക്സ്ട്രാ നോളജ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ ആട്രിബ്യൂട്ട് സെലക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ആട്രിബ്യൂട്ട് സെലക്ടർ കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ക്ലാസ് സെലക്ടർ ID സെലക്ടർ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്, ജസ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഞാൻ ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇതിനൊരു ആട്രിബ്യൂട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ HTML ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ പ്രോപ്പർട്ടീസ് നമ്മുടെ ടാഗ്സിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ടാഗിനകത്ത് നമ്മൾ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള ആട്രിബ്യൂട്ട്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ H1 ഒരു പുതിയൊരു പ്രോപ്പർട്ടി കൂടെ നിങ്ങളെ എന്നോട് പഠിപ്പിക്കാം. ഡ്രാഗബിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡ്രാഗബിൾ ഒരു ബൂളിയൻ ആയിരിക്കും എപ്പോഴും എടുക്കുന്നത്. ഞാൻ ട്രൂ കൊടുക്കും. അപ്പോൾ ഡ്രാഗബിൾ ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഡ്രാഗബിൾ ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ അതേ കണ്ടില്ലേ, എൻ്റെ ഔട്ട്പുട്ടിൽ ഞാൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ആ എലമെൻറ്റ്സിനെ, അതായത് ഡ്രാഗബിൾ ട്രൂ കൊടുത്തിരിക്കുന്ന ആ ഒരു എലമെൻറ്റിനെ എനിക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, എവിടെ വേണമെങ്കിലും ഡ്രാഗ് ചെയ്യാൻ പറ്റും. അതായത് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഡ്രാഗബിൾ ട്രൂ. വലിയ യൂസൊന്നും ഇല്ല. എന്നിരുന്നാലും ആ ഡ്രാഗബിൾ മീൻസ് ആ ഒരു ആട്രിബ്യൂട്ട് സെലക്ടർ എന്താണെന്ന് ജസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്തത്. ഓക്കെ, ഞാൻ ഡ്രാഗബിൾ ഫോൾസ് കൊടുത്താലോ? ഡ്രാഗബിൾ ഫോൾസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല. കണ്ടില്ല, ഒരു സെലക്ഷനാണ് വരുന്നത്, എനിക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡ്രാഗബിൾ ട്രൂ കൊടുക്കുന്ന എലമെൻറ്റ്സിന്, അതായത് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഈ ആട്രിബ്യൂട്ട്സ് പറഞ്ഞു കൊടുക്കുന്ന എലമെൻറ്റിനെ മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഒരു H1 ടാഗിന് ഞാൻ ഡ്രാഗബിൾ ട്രൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡ്രാഗബിൾ ട്രൂ കൊടുത്തതിന് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന് വലിയ യൂസൊന്നും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന്. പക്ഷേ എന്നിരുന്നാലും അറിഞ്ഞിരിക്കുക, ചില റെയർ കേസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നാലോ. അതായത് ഇപ്പോൾ ഡ്രാഗബിൾ ട്രൂവിന് നമുക്ക് അതായത് ഈ ഡ്രാഗബിൾ ട്രൂ എന്ന് പറയുന്ന ഈ ഒരു സെലക്ടർ കൊടുത്തതിന് മാത്രമായിട്ട് നമുക്ക് സ്റ്റൈല് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇപ്പോൾ ഞാൻ H1 ടാഗിനാണ് ഡ്രാഗബിൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ H1 ടാഗിനെ കോൾ ചെയ്യുന്നു. അതിനുള്ളിലേക്ക് ഞാൻ പ്രോപ്പർട്ടി ഡ്രാഗബിൾ ആണെങ്കിൽ ഡ്രാഗബിൾ കോൾ ചെയ്യുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ
ഈ ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രം നമ്മൾ പഠിച്ചിട്ട് കുറേ ആയി അല്ലേ, മീൻസ് ബോറിംഗ് ആയി കാണും അല്ലേ. അപ്പോൾ ഒരു പുതിയ പ്രോപ്പർട്ടിയും കൂടെ നമുക്കിവിടെ പഠിക്കാം. കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, അതായത് H1 എഴുതിയിരിക്കുന്ന ഈ വെൽക്കം ഓൾ എന്ന് കൊടുത്തിരിക്കുന്ന ഇതിന് മാത്രമായിട്ട് നമുക്ക് കളർ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനായിട്ട് കളർ പ്രോപ്പർട്ടി ഉണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്, ആദ്യം ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു, ഇപ്പോൾ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് ഞാൻ കളർ എന്ന് പറയുന്നു റെഡ് കൊടുത്തു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, H1 ഡ്രാഗബിൾ ആണ് എങ്കിൽ കളർ അതിൻ്റെ റെഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ആട്രിബ്യൂട്ട് സെലക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് H1 ഡ്രാഗബിൾ ആണ്, മീൻസ് ഡ്രാഗബിൾ ട്രൂ ആണ്. ഇപ്പോൾ ഡ്രാഗബിൾ ഫോൾസ് കൊടുത്തായിരുന്നെങ്കിലോ, ഡ്രാഗബിൾ ഫോൾസ് കൊടുത്താലും ഡെഫിനറ്റ്ലി അവിടെ ആ ഒരു റിസൾട്ട് കാണിക്കും. കാരണം നമ്മൾ ഡ്രാഗബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഡ്രാഗബിൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഡ്രാഗബിൾ ട്രൂ ആയതിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ H1 ഡ്രാഗബിൾ ഫോൾസ് ആണ്. പക്ഷേ ഞാനിവിടെ കളർ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഡ്രാഗബിൾ ട്രൂവിന് കളർ റെഡ് ആവണമെന്നാണ്. ഇവിടെ ഡ്രാഗബിൾ ട്രൂ ഉണ്ടോ? ഇല്ലല്ലേ. എന്നാൽ നമുക്ക് ഈ രണ്ടാമത്തെ H1 ഡ്രാഗബിൾ ട്രൂ കൊടുത്താലോ? കൊടുത്തു നോക്കാം. ഡ്രാഗബിൾ ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിൻ്റെ കളർ മാറി. അതായത് H1 ഡ്രാഗബിൾ ട്രൂ ആയിട്ടുള്ളതിന് മാത്രമായിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതായത് ആട്രിബ്യൂട്ട് സെലക്ടർ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ആട്രിബ്യൂട്ട് സെലക്ടർ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, വലിയ കോംപ്ലക്സ് ഒന്നും അല്ല, വളരെ സിമ്പിളാണ് അല്ലേ. എന്നാലും വളരെ ഇച്ചിരി കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം വിട്ടേക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്ലാസ് സെലക്ടർ ആയിരിക്കും. ജസ്റ്റ് അറിയാൻ വേണ്ടി ബാക്കിയുള്ളത് ഉണ്ട്. മീൻസ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ് സെലക്ടറും എലമെൻറ്റ് സെലക്ടറും ആയിരിക്കും. ഐഡിയ സെലക്ടറും ആട്രിബ്യൂട്ട് സെലക്ടറും വളരെ റയർ കേസിലേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ സെലക്ടേഴ്സ് നമ്മൾ പഠിച്ചു. ഇനിയും ഒരു സെലക്ടറൂടെ പറയാൻ മറന്നുപോയി. ഇനി നമുക്ക് യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറയുന്ന ഒരു സെലക്ടർ ഉണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ എൻറ്റയർ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ എൻറ്റയർ പേജിൽ മൊത്തമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്താ യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ കളർ റെഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. കളർ പ്രോപ്പർട്ടി മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഇപ്പോൾ പി ടാഗിൻ്റെയോ പാരഗ്രാഫിൻ്റെയോ അല്ലെങ്കിൽ ഹെഡിങ്ങിൻ്റെയോ ഒക്കെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളർ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളർ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലായി. നമ്മളിനി യൂണിവേഴ്സൽ സെലക്ടർ നോക്കാം. യൂണിവേഴ്സൽ സെലക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാർ എന്നാണ് അർത്ഥം. സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം, അതായത് നിങ്ങളുടെ പ്രൊജക്റ്റിലുള്ള എല്ലാ എലമെൻസിനെയും അത് അപ്ലൈ ചെയ്യും. മീൻസ് നമ്മളൊരു പ്രോപ്പർട്ടി ഇവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്റ്റിനകത്തുള്ള എല്ലായിടത്തും, മീൻസ് ഈ ഒരു ഫയൽ, ഈ ഒരു index.html എന്ന് പറയുന്ന ഈ ഒരു ഫയലിനകത്ത് എല്ലായിടത്തും ഇതിൽ പറഞ്ഞു കൊടുക്കുന്ന പ്രോപ്പർട്ടി, ഈ സ്റ്റാറിനുള്ളിൽ പറഞ്ഞു കൊടുക്കുന്ന പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ആകും. ഇപ്പോൾ ഞാനിവിടെ കളറ് ഗ്രീൻ എന്ന് കൊടുത്താലോ, എന്താ സംഭവിച്ചിരിക്കുന്നത്, അവിടെ എല്ലായിടത്തും അപ്ലൈ ആയി. അതായത് H1 ഡ്രാഗബിൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ആ കളർ ഗ്രീൻ അവിടെ അപ്ലൈ ആയി. നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടില്ലേ, വെൽക്കം ഓളും സൈറയ്ക്കും അവിടെ കളറ് ഗ്രീൻ വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡ്രാഗബിളിന് ആ കളർ, മീൻസ് റെഡ് കളർ തന്നെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. അതിൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ CSSൻ്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവിടെ മാത്രം ആ റെഡ് വന്നു നമുക്ക്. അതായത് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ സ്റ്റാർ എന്ന് പറയുമ്പം എല്ലാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മളുടെ ഈ ഒരു index.html എല്ലാ സെക്ഷൻസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് എല്ലാ എലമെൻസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ ഈ ഒരു H1 നമ്മൾ സ്റ്റൈൽ പറഞ്ഞു കൊടുത്തതിന് മാത്രം അവിടെ അത് അപ്ലൈ ആയില്ല. മീൻസ് ഒരു ഗ്രീൻ കളർ അപ്ലൈ ആയില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഇനിയും വരുന്ന ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ 4 തരത്തിലുള്ള സെലക്ടേഴ്സിനെ പറ്റി പറഞ്ഞു. എലമെൻറ്റ് സെലക്ടർ ഓരോ എലമെൻസിനെയും നമ്മൾ കോൾ ചെയ്ത് ചെയ്യുന്നു. ക്ലാസ് സെലക്ടർ നമ്മൾ ക്ലാസ് കൊടുക്കുന്നു. ID സെലക്ടർ ID കൊടുക്കുന്നു. സ്പെസിഫിസിറ്റിയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് സെലക്ടർ ഉണ്ടായിരുന്നു. ആട്രിബ്യൂട്ട് സെലക്ടർ പറഞ്ഞു ഡ്രാഗബിൾ ട്രൂ ആണെങ്കിൽ ഡ്രാഗബിൾ ട്രൂ, ഡ്രാഗബിൾ ഫോൾസ് ആണെങ്കിൽ നമുക്കിവിടെ ഫോൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾസ് ആയതിന് മാത്രമായിട്ട് അത് അപ്ലൈ ആകും. കണ്ടില്ലേ, ആ ഫോൾസ് ആയതിന് മാത്രമായിട്ട് റെഡ് കളർ അപ്ലൈ ആയി. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ചെയ്തു നോക്കുക. വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഓൾറെഡി അറിയാവുന്നവരുണ്ടായിരിക്കും. എന്നിരുന്നാലും ജസ്റ്റ് നമ്മൾ ഫ്രം സ്ക്രാച്ച് ആണ് ഈ ഒരു പ്രോഗ്രാം, ഈ വെബ് നെസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം സൈറ കണ്ടക്ട് ചെയ്യുന്നത് ഫ്രം സ്ക്രാച്ച് ആണ്. ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എല്ലാം പറഞ്ഞു തന്നെ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം.